Good afternoon. Good afternoon. Good afternoon. Types of clinical information system radiological information system features okay 6 points പറഞ്ഞല്ലേ okay ടീച്ചർ ഹാഫ് അവർ ക്ലാസ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ MMSന്റെ ക്ലാസ് ആയിരിക്കുള്ളൂ 3:30 വരെ നെക്സ്റ്റ് ബേസിക് ഫീച്ചർ എന്താണ് RISന്റെ digital reporting usually using voice recognition VR എന്താണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെയാണ് റിപ്പോർട്ട്സുകൾ നമ്മൾ വരുന്നത് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 76 basic features of RIS വോയിസ് കൊടുത്തിട്ടാണ് റിപ്പോർട്ട്സ് വരുന്നത് അല്ലെ വോയിസ് റെക്കഗ്നേഷൻ VR എന്ന് പറയുന്നത് എന്താണ് വോയിസ് റെക്കഗ്നേഷൻ ആണ് അല്ലെ അതൊരു സ്പീക്കറാണ് അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ആണത് ഇത് നമ്മള് വോയിസ് കൊടുക്കുമ്പോൾ തന്നെയാണ് ആ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് റിപ്പോർട്ട്സുകൾ ഡിജിറ്റൽ ആയിട്ട് തന്നെ RIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് VR എന്ന് പറയുന്നത് എന്താണ് വോയിസ് റെക്കഗ്നേഷൻ ആണ് കേട്ടോ
അതായത് യൂസ് ചെയ്യുന്ന ആള് അത് ഒരു മൈക്രോഫോൺസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട്സ് ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, then printable like patient letters and printed reports. Printable like patient letters and printed reports. നമ്മൾ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് റിപ്പോർട്ട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടുണ്ടോ? MRI, എക്സ്റേ, CT ഒക്കെ റിപ്പോർട്ട്സുകൾ എങ്ങനെയായിരിക്കും അത്? യെസ്, നമുക്ക് അത്യാവശ്യം എങ്ങനെയാണ് ഈസി ടു റീഡ് ആയിരിക്കും അല്ലെ? ഈസി ടു റീഡിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിട്ടായിരിക്കും റെക്കോർഡ്സ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ എന്താണ് ഇപ്പൊ റേഡിയോളജിസ്റ്റിന്റെ സയൻസും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പോർഷൻസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റൽസിന്റെ പേര്, പേഷ്യൻസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് ഈസി ടു റീഡ് എന്ന രീതിയിലായിരിക്കുമല്ലോ ലെറ്റേഴ്സ്. ഈസി ആയിട്ട് അതായത് കുറെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നല്ല റിപ്പോർട്ട്സുകളായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, then result transmission via integration of emailing of clinical reports. Result transmission via integration or emailing of clinical reports. നമ്മളെ റിസൾട്ട്, പേഷ്യൻസിന്റെ ഒക്കെ റിസൾട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഓക്കെ, യെസ്. then patient tracking. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ? യെസ്, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ടും ട്രാക്ക് ചെയ്യാനും ചെയ്യാൻ പറ്റുന്നത് RISന്റെ മറ്റൊരു ഫീച്ചേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. then interactive documents. Interactive documents. എന്താണ് interactive documents എന്ന് ഉദ്ദേശിക്കുന്നത്? interactive documents എന്ന് പറയുമ്പോൾ എന്താ? നമ്മള് പല സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പേഷ്യൻസിനായിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് തന്നെയാണ് RISന്റെ മറ്റൊരു ഫീച്ചർ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാണ് എന്ത്? ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സുകളാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഡോക്യുമെന്റ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഗൂഗിൾ ഫോംസ് ഒക്കെ ചെയ്ത് എക്സലൊക്കെ ചെയ്യുന്ന പോലെ അതുപോലത്തുള്ള ഫോംസുകളും ഇതുവഴി എന്താണ് ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് അത്തരം ഡോക്യുമെന്റ്സ് അയച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇത്തരം ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇത്തരം ഡോക്യുമെന്റ്സുകൾ സഹായിക്കുന്നു. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. RIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്കൽ ഫയൽസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. then modality and material management. Modality and material management എന്താണ്? modality and material management. modality എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? അതായത് നമ്മുടെ മെഡിക്കൽ ഇമാജിൻ രീതികൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് RIS എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമാജിൻ രീതികൾ മാനേജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും RIS എന്ന ഈ ഒരു ഫീച്ചർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യപ്പെടുന്നത്. then കൺസേൺ മാനേജ്മെന്റ്. എന്തുമായി ബന്ധപ്പെട്ട കൺസേൺ ആണ് ഇവിടെ പറയുന്നത്? എന്തുമായി ബന്ധപ്പെട്ടതാണ് കൺസേൺ മാനേജ്മെന്റ്? പേഷ്യൻസിന്റെ കൺസേണും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, സമ്മതം. കൺസേൺ എന്താണെന്ന് അറിയാലോ? യെസ്. ഇപ്പൊ ബേസിക് ഫീച്ചേഴ്സ് ആണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നമ്മളിപ്പോ പഠിച്ചത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ, പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, മൊഡാലിറ്റി ഇന്റർഫേസസ്. മൊഡാലിറ്റി ഇപ്പോഴും അറിയാത്തവരോട് പറയുകയാണ്, മൊഡാലിറ്റി ഇന്റർഫേസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ എക്സ്റേ, CT, MRIസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ, മൊഡാലിറ്റി ഇന്റർഫേസുകൾ എന്ന് പറയുന്നത്. യെസ്, അതുമായി then workforce management,
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോൾ വർക്ക്സുകൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ റിക്വസ്റ്റുകളും ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുന്നു, റിസൾട്ടുകൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നു. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, ഒരു വോയിസ് റെക്കഗ്നേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നു. പേഷ്യൻസിന്റെ റിപ്പോർട്ട്സുകൾ ശരിക്കും എങ്ങനെയായിരിക്കും, നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രിന്റബിൾ ആയിട്ടുള്ള ഈസി ടു റീഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ റിപ്പോർട്ട്സുകളും ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പേഷ്യൻസിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതിലുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ടെക്നിക്കൽ ഫയൽസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, മെഡിക്കൽ ഇമാജിംഗ് രീതികൾ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ കൺസേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ എന്താണ്, ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഇതില് നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം, CPOE, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, otherwise known as computerized provider order entry. ഇതിനെ പല പേരുകളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. അങ്ങനെ 3 പേരില് CPOE അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ പേരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ്, എന്ത് തരം സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത്, എന്തിനെ കുറിച്ചുള്ളതായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ? Refers to the process of a medical professional entering a sending medications order and treatment instruction electronically by a way of computer application in sit on a paper charts. എന്തായിരിക്കും CPOE എന്ന് പറയുന്നത്? ഇവിടെ ഫിസിഷ്യൻസ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങള് പേപ്പർ ചാർട്ടിലാണ് രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യാൻ അല്ലെ, ഒരു സിസ്റ്റത്തിലൂടെ, സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഒരു, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, മെഡിക്കേഷൻസ്, അതേപോലെ ലബോറട്ടറി ടെസ്റ്റുകൾ, പിന്നെ എന്താണ് റേഡിയോളജി എക്സാംസ്, ഇതെല്ലാം തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ ഫിസിഷ്യൻ എൻ്റർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. പേപ്പർ റെക്കോർഡ്സ് എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മള് ഇലക്ട്രോണിക് എൻട്രിങ് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പേരുകൾ ഒന്നുകൂടി പഠിക്കണം. 3 പേരുണ്ടാവും, 3 പേരും ഓർത്ത് വെക്കുക. ഏതാണ് ചിലപ്പോൾ ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല എക്സാമിന് കേട്ടോ. CPOE മാത്രമായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്, ഏത് ചോദിച്ചാലും എഴുതാനായിട്ട് വില്ലിംഗ് ആവാം. ഓക്കെ, അപ്പൊ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയുടെ ബെനിഫിറ്റ് എന്തായിരിക്കും? നമ്മൾ ഇതെല്ലാം തന്നെ ഒരു ഫിസിഷ്യൻ ഡിജിറ്റലി ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ ഡിജിറ്റലി ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതിൽ ബെനിഫിറ്റ് ഉണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും. അതോടൊപ്പം തന്നെ എന്താണ്, എഫിഷ്യന്റ് ആയിട്ട് പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനും അതോടൊപ്പം തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇത്തരം സോഫ്റ്റ്വെയർസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് എൻഹാൻസ് ക്വാളിറ്റി ആൻഡ് കെയർ ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് നമുക്ക് 4 ഉള്ളത്. ഇപ്പൊ 4 നിങ്ങൾ പഠിച്ചത്. ഫസ്റ്റ് വൺ ഏതാണ്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ദെൻ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് EHR. ഓക്കെ, CPOE മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞത് ഇതിപ്പോ ക്ലിയർ ആണോ? ഇവിടെ ഡോക്ടർ ഫിസിഷ്യൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലി എൻ്റർ മെഡിക്കൽ ഓർഡർ ആണ് അല്ലെ. മെഡിക്കൽ ഓർഡേഴ്സുകൾ ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ, CPOE എന്ന് പറയുന്നത്. പേജ് നമ്പർ 77. ഓക്കെ,
യെസ്, ക്ലിയർ ആണോ? CPOE ക്ലിയർ ആണോ? ക്ലിയർ. യെസ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 10 uses of computers in hospitals ആണ്. 10 uses of computers in hospitals. First one, maintain patient information, monitor patients, medical research, inventory, use in surgical procedures, medical equipment and imaging, communication, telemedicine, customer service, online payment. Okay. അങ്ങനെ 10 uses ആണ് ഇവിടെ എന്തിനെ പറ്റി പറയുന്നത്? ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ഉള്ള ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ്, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഫസ്റ്റ് യൂസ് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റ് ഇൻഫോർമേഷൻ is kept organized, safe and readily available on a computer. When emergency medical staff need quick access to patient records, there are lesser risk of data loss of mismatching while using a computer. നമ്മളെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അല്ലെ? യെസ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ നമ്മൾ അവരുടെ ഡാറ്റാസ് വളരെ സേഫ് ആയിട്ടാണ് കൺട്രോൾ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്താണ് ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ എടുത്തൊന്നും അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്താണ് ജസ്റ്റ് ഫ്യൂ ക്ലിക്സുകളിലൂടെ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് റിസ്ക് കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. എപ്പോഴും എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റൽ ആ ഒരു സിസ്റ്റത്തിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? സേവ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് നമുക്കത് സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് യൂസ് എന്താണ്? രോഗിയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ? യെസ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, റിസ്കുകൾ കുറച്ചുകൊണ്ട് ഈ ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, മനസ്സിലായോ? പേഷ്യന്റ് മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ. ഒന്നുകൂടി പറയാം, രോഗിയുടെ വിവരങ്ങൾ നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ആ പേഷ്യൻസിന്റെ റെക്കോർഡ് നമ്മള് എന്താണ് കൃത്യമായിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് ഇത്തരം സിസ്റ്റം കൊണ്ട് സഹായിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള മിസ്മാച്ചിങ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ എന്താണ് ഡാറ്റാസിന്റെ റിസ്കുകൾ കുറച്ചുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം സഹായിക്കുന്നുണ്ടോ? പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് പേഷ്യന്റ് മോണിറ്റർ പേഷ്യൻസ് ആണ്. Hospital now utilize computers to keep track of vital signs such as heart rate, blood pressure. Additionally, the computer monitoring system collects helpful patient data. It is possible to get back this data for future use in research or other purpose. Yes. പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നത്. എന്തൊക്കെ വൈറ്റൽ സയൻസ് ആണ് ഇവിടെ ട്രാക്ക് ചെയ്യുന്നത്? നമ്മൾ പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്? ഹാർട്ട് റേറ്റ്, BP അല്ലെ, ഇങ്ങനെയുള്ള വൈറ്റൽ സയൻസുകൾ നിരീക്ഷിക്കുന്നതിനായിട്ട് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ, പേഷ്യൻസുമായിട്ട് ആ മോണിറ്റേഴ്സ് ലിങ്ക് ചെയ്തിട്ടാണ് ആ ഒരു സമയത്തോടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെ കൃത്യമായിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ? അതായത് അവർക്ക് എന്തെങ്കിലും വേരിയേഷൻസ് BP-യിലോ ഹാർട്ട് റേറ്റിലോ എന്തെങ്കിലും തരത്തിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മൾ ഓൾറെഡി ഒരു സിസ്റ്റത്തിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ മോണിറ്ററിൽ എന്താണ് വേരിയേഷൻസ് BP കൂടുക അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിലോ സാച്ചുറേഷൻസിലോ ടെമ്പറേച്ചറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എന്താണ് പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനും വേണ്ട ഫർദർ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, അത്തരത്തിൽ എന്താണ് അപ്പൊ പേഷ്യൻസിനെ
കമ്പ്യൂട്ടറുമായിട്ടാണ് പ്രത്യേകിച്ച് മോണിറ്റർ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകൾ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിംഗ് സഹായിക്കുന്നു. ഏത് സമയത്തും എന്താണ് പേഷ്യൻസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നല്ല രീതിയിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് എന്താ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദിസ് ഡാറ്റ ഫോർ ഫ്യൂച്ചർ യൂസ് ഇൻ റിസർച്ച് ഓർ അതർ പർപ്പസ്. ഇവിടെ എന്താ പറയുന്നത്, ഇനി ഭാവിയിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസർച്ചുകളോ മറ്റാവശ്യങ്ങളോ ഒക്കെ വേണ്ടി വന്നാലും എന്താണ് ഈ ഡാറ്റാസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അതായത് പേഷ്യൻസ് റിലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ റിസർച്ച് പർപ്പസസിന് വേണ്ടി എന്താണ് ഈ മോണിറ്ററിൽ നമ്മൾ സിസ്റ്റത്തില് മോണിറ്റർ ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് എല്ലാ സയൻസുകളും കൃത്യമായിട്ട് എന്തെങ്കിലും റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ ഇൻഫർമേഷൻസും എന്താണ് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാൽ തന്നെ റിസർച്ച് പോലുള്ള മറ്റാവശ്യങ്ങൾക്കും നമുക്ക് ഈ ഡാറ്റാസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിന്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്റർ പേഷ്യൻസ് ആണ്. പേഷ്യൻസിനെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? Then medical research. അടുത്ത യൂസ് എന്ന് പറയുന്നത് മെഡിക്കൽ റിസർച്ച് ആണ്. To understand more about a certain ailment, clinicians may now search medical databases. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. മെഡിക്കൽ റിസർച്ചിനെ കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണ് അല്ലെ. എന്താ പറയുന്നത്, ഇനി ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഡോക്ടേഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ, എന്തിനെ തന്നെയാണ്, കമ്പ്യൂട്ടേഴ്സിനെ തന്നെയാണ്. അല്ലെങ്കിൽ പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും റിസർച്ച് പർപ്പസ് ഒക്കെ നടത്തണമെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ചെയ്തിട്ടാണ് റിസർച്ചേഴ്സ്, മെഡിക്കൽ റിസർച്ചേഴ്സ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല എന്താണ്, ദ കപ്പാസിറ്റി ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ടു ഗെറ്റ് ആൻഡ് അപ്ലൈ നോളജ് ഈസ് ബീങ് ഇംപ്രൂവ്ഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹെൽത്ത് കെയർ. ഇനി ഈ ഒരു ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, കൂടുതൽ നോളജ് അവർക്ക് നേടാൻ സാധിക്കും. മെഡിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നോളജ് അവർക്ക് സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അറിയാനായിട്ട് സഹായിക്കും. ഓക്കെ, മെഡിക്കൽ റിസർച്ചിനോടൊപ്പം തന്നെ പുതിയ രോഗത്തെ കുറിച്ചുള്ള എല്ലാ കണ്ടെത്തലുകൾക്കും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു ഫീൽഡിൽ പ്രത്യേകിച്ച് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പുതിയൊരു നോളജസ് കൈവരിക്കാനായിട്ടും അവരുടെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ റിസർച്ച് ഹോസ്പിറ്റലിലെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ മൂന്നാമത്തെ യൂസ് ആണ് എന്ത്, മെഡിക്കൽ റിസർച്ച്. ക്ലിയർ? നെക്സ്റ്റ് യൂസ് എന്താണ്, ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററി? ഇൻവെന്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇൻവെന്ററി. Knowing what medications are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock, as it is important to keep an inventory list up to date. In the meanwhile, inventory control is designed for hospitals and medical facilities. Therefore, inventory managers can track stock levels through computers. Okay, inventory എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? നമുക്കറിയാം മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു ഇൻവെന്ററി തയ്യാറാക്കിയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വരുന്ന പേഷ്യൻസിന് സ്റ്റോക്കിലുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. യെസ്, ഇപ്പോ ഡോക്ടേഴ്സ് എഴുതുന്ന മരുന്നാണെങ്കിൽ കൂടെ എന്താണ് അത് സ്റ്റോക്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സിനും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലെ. സ്റ്റോക്കിൽ ഓൾറെഡി എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് സ്റ്റോക്കിൽ ഓൾറെഡി അവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇൻവെന്ററി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഇൻവെന്ററി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് എന്താണ് ഈ ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സഹായിക്കും. ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഏതൊക്കെ മെഡിക്കേഷൻസ് ഏതൊക്കെ അളവിലാണ് ഏതൊക്കെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയിലാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് എന്താണ് ഇൻവെന്ററീസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്? ഇൻവെന്ററി മാനേജേഴ്സിനാണ് അല്ലെ. അവർക്ക് കൃത്യമായിട്ട് മരുന്നുകളുടെ സ്റ്റോക്ക് ലെവൽ ട്രാക്ക് ചെയ്യാനായിട്ട് സിസ്റ്റം അവരെ സഹായിക്കുന്നു. ഓക്കെ,
അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഇൻവെന്ററി മാനേജേഴ്സിന് മരുന്നുകളുടെ സ്റ്റോക്ക് ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പം ഇൻവെന്ററി ചെക്ക് ചെയ്യുന്ന കാര്യത്തിലും കമ്പ്യൂട്ടേഴ്സ് മാനേജ് എന്താണ് ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ നല്ല രീതിയിലുള്ള പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പറയട്ടെ. അടുത്ത യൂസ് എന്താണ്? യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. നമ്മുടെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ. നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ പല ടൈപ്സ് ഓഫ് തിയേറ്റേഴ്സിൽ പഠിച്ചതില് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്ന കുറെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ടൈപ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, യെസ്. ഇപ്പൊ പ്രൊസീജിയറിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. Computers can perform multi-faceted tasks with accuracy, so the use of computers in operating rooms can save lives. For completing complicated treatments, surgeons depend on computers. Okay, സർജറി പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ പ്രത്യേകിച്ച് സർജൻസ് കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഓരോ പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസുകൾ വരുന്ന സമയത്ത് പല ട്രീറ്റ്മെന്റ്സും നല്ല രീതിയിൽ ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളിൽ എന്താണ് ഡോക്ടേഴ്സിന് സർജന് കമ്പ്യൂട്ടേഴ്സിനെ ആശ്രയിക്കേണ്ട അവസ്ഥ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ആരോഗ്യയുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും എന്ത് തന്നെയാണ് ഇത്തരത്തില് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് അവർ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ എന്താണ് സർജൻസിന് പെർഫോം ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് സങ്കീർണമായിട്ടുള്ള ഏതൊരു തരം ചികിത്സയാണെങ്കിൽ പോലും എന്താണ് ശാസ്ത്രീയ സർജൻസ് കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ക്ലിയർ? നെക്സ്റ്റ് വരുന്ന യൂസ് ആണ് എന്താ? മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമാജിംഗ്. Medical equipment and imaging. Computers are widely used to operate medical machinery that conducts crucial medical tests including ultrasonography, CT scan, MRI, blood test, etc. Doctors also utilize computers to display their findings and describe the lines and course of therapy. Computers may be used for 3D modeling and drawing. മെഡിക്കൽ ഇമാജിംഗ് മേഖലയിൽ നമ്മൾ RIS ഒക്കെ പഠിച്ച പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ തന്നെ അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാക്സ് അതുപോലുള്ള സോഫ്റ്റ്വെയർ എല്ലാം തന്നെ എന്താണ് മെഡിക്കൽ ഇമാജിംഗ് രംഗത്ത് കൂടുതൽ കേസസുകൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എന്താണ് കമ്പ്യൂട്ടേഴ്സ് എന്താണ് നമ്മളെ മെഡിക്കൽ ടെസ്റ്റുകൾ എല്ലാം തന്നെ ഇതിന്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ അതൊക്കെ നടത്തപ്പെടുന്നത് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? അൾട്രാസോണോഗ്രാഫി. അൾട്രാസോണോഗ്രാഫി എന്താണ്? അൾട്രാസോണോഗ്രാഫി അൾട്രാസൗണ്ട് ആണ് കേട്ടോ. CT സ്കാൻസ്, MRI, ബ്ലഡ് ടെസ്റ്റ് മുതലായ എല്ലാം തന്നെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം തന്നെ എടുക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓരോ ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സും അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. മാത്രമല്ല കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് മെഡിക്കൽ ഇമാജിംഗ് രംഗത്ത് 3D മോഡലിംഗ് സംവിധാനങ്ങളും ഡ്രോയിങ്സും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്. മെഡിക്കൽ ഇമാജിംഗ് രംഗത്തും കമ്പ്യൂട്ടർ നല്ല രീതിയിലുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത് അല്ലെ. യെസ്, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനും അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഫൈൻഡിങ് ചെയ്യാനായിട്ടും
കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ് പോലുള്ള സംവിധാനങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുണ്ട്. അതിനാൽ തന്നെ എന്താണ് മെഡിക്കൽ ഇമാജിംഗ് രംഗത്ത് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നു. ഓക്കെ, ഈ 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ് എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യണേ. Computers may be used for 3D modeling and drawing. 3D modeling അറിയാലോ, 3-dimensional modeling. Okay. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പറയാം, എംസിന്റെ ക്ലാസ് ആണ്. താങ്ക് യു.